നീ കഴിക്കുന്നില്ലേടി? അമ്മയ്ക്ക് വയറ് നിറഞ്ഞിരിക്കുക. ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ PTA മീറ്റിംഗ് അല്ലായിരുന്നോ? മാളുവിന്റെ ടീച്ചർ അമ്മയെ എടുത്ത് ശരിക്കും പൊരിച്ചാ വിട്ടത്. എടി മീൻ വറുത്തൊന്നും ഇല്ലേ? ഇല്ലേ വേണ്ട, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവള് കാരണം ഞാൻ ഇന്ന് എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടു. ആ ക്ലാസ്സിൽ പഠിക്കാത്തതും പറഞ്ഞാ കേൾക്കാത്തതും ഇവള് മാത്രമേ ഉള്ളൂ. അമ്മ പോകുന്നിടത്ത് ഇവളെ കൂടെ ട്യൂഷന് വിടാം. വേണ്ട വേണ്ട, എന്നിട്ട് വേണം അവിടെയുള്ള പിള്ളേരെ കൂടെ ചീത്തയാക്കാൻ. അല്ലേലും എന്റെ പട്ടി വരും ട്യൂഷന്. ഒന്ന് പോടി. നീ പോടി. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അപ്പൊ ഇവള് പറയുന്നതിന് കുഴപ്പമില്ല. കണ്ടോ കണ്ടോ ഇവളുടെ വായിന്ന് വരുന്ന വർത്താനം കേട്ടോ? അച്ഛവക്ക് നല്ല അടിയുടെ കുറവുണ്ട്. എന്റെ കയ്യിലേക്ക് വിട്ടു തന്നാലേ ഞാൻ മര്യാദ പഠിപ്പിക്കാം. ഇവളെ എന്റെ കയ്യിലേക്ക് വിട്ടെന്ന് ഞാൻ മര്യാദ പഠിപ്പിക്കാം. രണ്ടുപേരും ഒന്നും മിണ്ടായിരുന്നേ. അല്ല, ഞാൻ നിങ്ങളെ മര്യാദ പഠിപ്പിക്കും. അല്ല പിന്നെ ഉണ്ണാൻ വരുമ്പോഴാ. മോളെ ഫോണിങ്ങനെ. എനിക്ക് മീനെ മേടിച്ച. വേണ്ട മോളെ വേണ്ട. അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ, മീന്, പട്ടി, മുയല്, പൂച്ച ഇവയൊന്നും വീട്ടിൽ വളർത്താൻ കൊള്ളത്തില്ല. എല്ലാം ഐശ്വര്യക്കാണ്. അതൊന്നും ശരിയാകത്തില്ല. ഇങ്ങ് തരാൻ പറഞ്ഞില്ലേ? അപ്പൊ മീനെ വറുത്തിന്നാലും കുഴപ്പമില്ല. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കിപ്പൊ മീന വേണം. ഇതിനാണ് ചോറിലൊക്കെ ആയിട്ടിരിക്കുന്നത്. എടാ ഒന്നും പറയണ്ട. എൻ്റെ ഇളയ മോളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. സ്കൂളിൽ വിട്ടാലും ഒന്നും പഠിക്കത്തില്ല, വീട്ടിൽ വന്നാലും ഒരു വകയും പഠിക്കത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അറുതല മാത്രമേ പറയത്തുള്ളൂ. എന്തെങ്കിലും വേണം തോന്നിയാൽ അത് നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ മറിച്ചു വെക്കും. ഇനി തല്ലി നേരെയാക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ശരിയാകത്തില്ല. ആ കൊച്ചിനെ തല്ലാനാണോടാ ഇത്രയും വലിയ ചോറില്? പിള്ളേർക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴല്ലേ ചോദിക്കത്തുള്ളൂ. പിന്നെ പഠിക്കുന്ന കാര്യം അത് അവര് പഠിച്ചോളും. അതിന് തല്ലിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. എൻ്റെ കാര്യം നിനക്കറിയാമല്ലോ. എൻ്റെ കൊച്ചിൻ്റെ ഒരു കാര്യവും സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ ആ നശിച്ച കുടി കാരണം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഞാൻ അതിനെ തല്ലുവായിരുന്നു. അവളുടെ അസുഖത്തിന് ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോലും ഞാൻ മെനക്കെട്ടിട്ടില്ല. അവസാനം എന്നേക്കുമായി അവൾ എന്നെ വിട്ടുപോയപ്പോഴാ എൻ്റെ കുഞ്ഞില്ലാത്തതിൻ്റെ വേദന എനിക്ക് മനസ്സിലാകുന്നു. പിള്ളേരെന്നേലും പിടിവാശി കാണിച്ചാ നീ അങ്ങ് ക്ഷമിച്ചു കളഞ്ഞേക്ക്. പിള്ളേരല്ലേടാ, നന്നായിക്കോളും. നീ പറഞ്ഞ എല്ലാം ശരിയാണ്. പിള്ളേർ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണ്ടേ? ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ മേടിച്ചു തന്നെ. പിന്നെ എനിക്കൂടെ കുറച്ച് താടി. എടി ആ തുണി ഇങ്ങ് എടുത്തോണ്ട് വന്നേ. എനിക്കൊന്നും പറ്റത്തില്ല. പോയി എടുത്തോണ്ട് വന്നേടി. ഞാൻ ഇവിടെ ഒരു പണി ചെയ്യുന്ന കണ്ടില്ലേ? നിന്നോട് പോയി എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞേ? എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. നീ അവളെ പോയി വിളിച്ചോണ്ട് വാ. ചേച്ചി കളിക്കാൻ വരുന്നില്ലേ? ഇല്ല മോളെ, അവള് വരുന്നില്ല. മോള് പൊക്കോ. ഞാൻ പോകും. നീ പോകുന്ന ഒന്ന് കാണട്ടെ. ഇങ്ങ് വന്നേടി, ഇങ്ങ് വന്നേ. കേറടി അകത്ത്. ഇങ്ങോട്ട് വരാൻ. അവിടെ കിടക്കുന്നു. തുറക്ക് അമ്മ, തുറക്കമ്മ. ഞാൻ കളിക്കാൻ പോട്ടെ. അമ്മ തുറക്കമ്മ. ആ വാതിൽ ഒന്ന് തുറക്കാൻ പോടി. ചേച്ചി തുറക്കാൻ പറ്റുന്നില്ല.
അച്ഛാ ഇത് കണ്ടോ, മീനിനെ കാണുന്നില്ല. അവളതിനെ കൊന്നു കാണും. ഇങ്ങനെ തന്നെയല്ലായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം? കാണുന്നില്ലേ? ആണ്ട് വരുന്നുണ്ട്. ഇതിനകത്ത് കിടന്ന മീനെന്തി? എടി നിന്നോടാ ചോദിച്ചത്, ഇതിനകത്ത് കിടന്ന മീനെന്തി അടി? എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടില്ല. അവള് വാ തുറന്നാ നുണയേ പറയത്തുള്ളൂ. കണ്ടോ, അവിടെ നോട്ടം കണ്ടില്ലേ? ഒരെണ്ണം വെച്ചു കൊടുക്കച്ചാ.